ഹലോ, എല്ലാവർക്കും നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കാൻ കേട്ടോ. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന്. ഹോട്ടൽ ശ്രീ ഹരിഹര പുത്ര, അതായത് പാലക്കാട് സുൽത്താൻപേട്ട ജംഗ്ഷനിൽ നിന്നും GB റോഡിലൂടെ 300 മീറ്റർ പോയാൽ കാണുന്നതാണ് ഹോട്ടൽ ഹരിഹര പുത്ര. കൊടുന്തരപ്പള്ളി ഗ്രാമം അതാണ് ഈ കാണുന്നത്. പാലക്കാടിലെ തമിഴ് ബ്രാഹ്മിൻസ് ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഏരിയനെയാണ് ഗ്രാമം അഥവാ അഗ്രഹാരം എന്ന് പറയുന്നത്. ഈ ഗ്രാമത്തിലെ ഒരു ഫാമിലിയാണ് ഹരിഹര പുത്ര ഹോട്ടലിന് തുടക്കം കുറിച്ചത്. ഏകദേശം 100 കൊല്ലെങ്കിലും കഴിഞ്ഞു കാണും ആ ഹോട്ടൽ തുടങ്ങിയിട്ട് കേട്ടോ. പാലക്കാടിലെ തലയെടുപ്പുള്ള ഹോട്ടലിൽ ഒന്നാണ് ശ്രീ ഹരിഹരപുത്ര. പാചക രീതികളെല്ലാം അവർ ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെയാണ് തുടർന്നുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഹരിഹരപുത്രയെ പറ്റി കൂടുതൽ അറിയാം അല്ലേ. നമുക്ക് മെല്ലെ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. ഒരു 12 മണിയായിട്ടുണ്ടാവും കേട്ടോ ഞങ്ങളിവിടെ എത്തിയപ്പോൾ. നല്ല സദ്യയാണ് അവിടെ. ഇലയിട്ട ഒരുപാട് കറികളുള്ള പായസത്തോട് കൂടിയിട്ടുള്ള കിടിലൻ ഊണായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. തിരക്കുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ടൊമാറ്റോ റൈസ്, മറ്റേ സാമ്പാർ റൈസ്, ഇത് പുളി റൈസ്, പുളി സാദം, ഇത് ലെമൺ സാദം, തൈര് വട, ഇവിടെ കറി റൈസ് ഉണ്ട്. സേവ അതെടുത്തു നമ്മുടെ സേവ ഞാൻ ഇത് ബിരിയാണിയുടെ തൈര് സാദം, പായസം. ഇന്ന് പാൽപ്പായസമാണ്. വെറൈറ്റി ഉണ്ടാവും, പാലട ഉണ്ടാവും, ഗോതമ്പ്, പിന്നെ ഇതെല്ലാം എല്ലാ ദിവസവും ഉള്ളതാ? എല്ലാ ദിവസവും ഇത്രയും മെനു ഉണ്ടാവും. നമ്മൾ ഓർഡർ ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഓർഡർ ചെയ്യുവാണെങ്കിൽ എത്ര കിലോമീറ്റർ ചുറ്റളവിൽ കൊണ്ടുവരും? നമ്മളെ ഇവിടുന്ന് അങ്ങനെ ഓൺലൈനുകാരുണ്ട്, അവര് 10 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ. നമ്മളങ്ങനെ ബൾക്കാണെങ്കിൽ കൊണ്ടുത്തരും. 1-2 ആണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അത് ശരി. അതുപോലെ നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ സദ്യ ഏർപ്പാടാക്കില്ലേ? അത് നമ്മൾ ഇവിടെ വന്ന് പറഞ്ഞാൽ ഐറ്റം പറയുമ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് ഇടും. എവിടെയാണ് പറഞ്ഞാൽ അഡ്രസ്സ് കൊടുത്താൽ അവിടെ കൊണ്ടുപോകും. അതെവിടെയാണെങ്കിൽ ഞങ്ങൾ എത്തിക്കും. അപ്പൊ നമുക്കിപ്പോ ഇപ്പൊ ഒരു ദിവസം പോരല്ലോ, 2-3 ദിവസത്തൊക്കെ പരിപാടിയാണല്ലോ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ. എത്രയാണെങ്കിലും അപ്പൊ അത്രയും ദിവസം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ടിട്ട് ഡിന്നർ വരെ ഓർഡർ ചെയ്താൽ എന്തായാലും കൊണ്ടുതരും. സദ്യ വിഭവങ്ങൾ കണ്ടല്ലോ, കിടിലനല്ലേ. അതേപോലെ തന്നെയാണ് റൈസും ഉണ്ട് കേട്ടോ. ലെമൺ റൈസും ഗീ റൈസും ഒക്കെ അതിലുണ്ട്, അതിൽ പെടുന്നുണ്ട്. പിന്നെ ഈ സദ്യയുടെ കൂട്ടത്തിൽ കുഞ്ഞു ചപ്പാത്തിയും അതിനുള്ള കുറുമയും അതിൽ പെടുന്നുണ്ട്. ഞങ്ങൾ ഇതൊന്നും കഴിച്ചില്ല. ഞങ്ങൾ കഴിച്ചത് ബോണ്ടയാണ്. നല്ല പണ്ടത്തെ ഉരുളക്കിഴങ്ങ് ബോണ്ടയാണ് ഞങ്ങൾ കഴിച്ചത്. സദ്യ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അത് നമ്മൾ കാണിക്കാം കേട്ടോ. സൂപ്പർ. ബോണ്ട മാത്രമല്ല കേട്ടോ, കായബജി, സുഖിയൻ, ഉണ്ണിയപ്പം, ഇലയട, കൊഴുക്കട്ട, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ചുടാന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ പോയിക്കോളൂ കേട്ടോ. കാരണം വൈകുന്നേരം ആവും തോറും ചില സാധനങ്ങളൊക്കെ കഴിയാറുണ്ട്, പെട്ടെന്ന് കഴിയുന്നുണ്ട് കേട്ടോ. ഇവരുടെ കാര്യങ്ങളൊക്കെ അത്രയും ടേസ്റ്റും ഉണ്ട് കേട്ടോ. രാവിലെ എത്ര മണി തൊട്ട് എത്ര മണി വരെ? രാവിലെ ടിഫൻ 6 മണിക്ക് ഓപ്പൺ ചെയ്യും. 7 മണി ടിഫൻ ആരംഭിക്കും. ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങും. അത് കഴിഞ്ഞ് ഒരു ഉച്ചയ്ക്ക് 11:30 മണിക്ക് ലഞ്ചും സ്റ്റാർട്ട് ചെയ്യും. രാത്രി ഇല്ല, രാത്രി 8 മണി വരെ ടിഫൻ മാത്രമേ ഉള്ളൂ. ഉച്ചയ്ക്ക് മാത്രമുള്ള ലഞ്ച് 8 മണിക്ക് ഇത് ക്ലോസ് ചെയ്യും. അതെ, 8 മണിക്ക് ക്ലോസ് ചെയ്യും. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ബെറ്റർ ആണ് ഞങ്ങളുടെ ബിരിയാണി സമയം. ഇപ്പോൾ ഈ കൊറോണയൊക്കെ കാരണം 8 മണി എന്നുള്ളതാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ സ്റ്റാഫിന് ബസ് സൗകര്യങ്ങൾ അതൊക്കെ നോക്കിയിട്ട് 8 മണി വരെ ആക്കിയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സ്വീറ്റ്സ്. ശുദ്ധമായ നെയ്യിലുണ്ടാക്കുന്നതാണ് കേട്ടോ എല്ലാ സ്വീറ്റ്സും. അതുമാത്രമല്ല അവിടുത്തെ ആൾക്കാർ തന്നെ ഉണ്ടാക്കുന്നതാണ്, അല്ലാതെ ബേക്കറിയിൽ നിന്ന് കൊണ്ടുവന്ന് വെക്കുന്ന സാധനങ്ങളല്ല കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റാണ് എല്ലാ സ്വീറ്റ്സിനും. നമ്മളിത് ഇടയ്ക്കിവിടെ പോയി വാങ്ങാറുണ്ട്. റവ ലഡു, അതുപോലെ തന്നെ അപ്പം, ഇതൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അതുമാത്രമല്ല അവിടെ നിന്ന് എടുത്തു വരേണ്ട വേറൊരു കാര്യമാണ് ചുറ്റുമുറുക്കുണ്ടല്ലോ, അത് മിക്സറ്, പൊക്കോടയൊക്കെ എടുത്തു പറയേണ്ട ഐറ്റംസാണ് കേട്ടോ. കല്യാണ പാർട്ടിക്ക്, അതായത് ഇപ്പോൾ ഈ മുറുക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറയുകയാണ്, നമ്മൾ സ്വീറ്റ്സ് ഇതുപോലെ മുറുക്ക്, പൊക്കോടയൊക്കെ പറഞ്ഞാൽ മതി അല്ലേ? എന്ത് വേണം ഇവിടെ ഉണ്ടാക്കണം കംപ്ലീറ്റ്. എന്താണെങ്കിലും സ്വീറ്റ്സ് ആണെങ്കിലും, പിന്നെ
മുറുക്കാണെങ്കിലും മിക്സർ അങ്ങനെയുള്ള എന്ത് ഐറ്റം ആണെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചേരും. എങ്ങനെ പാക്ക് ചെയ്യേണ്ടവന്ന് അതിനനുസരിച്ച്. ഈ ബ്രാഹ്മൺസിൻ്റെ കല്യാണത്തിനൊക്കെ മറ്റേ ലഡു കൂട് എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ഐറ്റം ഒക്കെ ഉണ്ടാവും. ലഡു വലിയ ലഡു ഉണ്ടാക്കും. മൈസൂർ പാക്ക് ഡബിൾ സൈസിലുണ്ടാവും. അങ്ങനെയുള്ള ഐറ്റം. പായസം നമുക്ക് 1 ലിറ്റർ 2 ലിറ്റർ കൊണ്ട് നമുക്ക് സെയിലിന് വെക്കില്ലേ? അങ്ങനെയും വാങ്ങിക്കാം. അങ്ങനെയും വാങ്ങിക്കാം. മറ്റേ മാരേജ് ഫംഗ്ഷൻ അങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ മറ്റേ എന്താ പറയുക, ഏതാ പായസം വേണ്ടത് അത് ഇത്ര ആൾക്ക് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി 1 കപ്പ് വെച്ചിട്ടാണ് ഒരാൾക്ക് നടക്കുന്നത്. ഇപ്പം നമ്മളെ കല്യാണ നിശ്ചയമൊക്കെ ഇപ്പോൾ ഒരു 50 പേരെ ഉണ്ടോന്ന് കൂട്ടിക്കോളൂ. അപ്പോൾ ആ 50 പേർക്കുള്ളത് 50 പേര് മതി പറഞ്ഞാൽ 50 പേര് നിങ്ങൾ ഉണ്ടാക്കി തരും അല്ലേ? അത് വേണമെങ്കിൽ 1-2 ലിറ്റർ ചിലപ്പോൾ കൂടുതൽ വാങ്ങി ചിലർ പായസമൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടാവും. അതായത് ഇത്ര എണ്ണത്തിന് മേലെയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. 10 ആണെങ്കിലും അവിടെ ചെയ്തു കൊടുക്കും. എത്തിച്ചു കൊടുക്കും. ഈ കൊറോണ കാലമൊക്കെ ആയതുകൊണ്ട് കുറച്ച് ആൾക്കാരല്ലേ ആൾക്കാർ വിളിക്കുന്നത്. അതെ അതാണ് ഞാൻ ചോദിച്ചത്. സൊമാറ്റോ സ്വിഗ്ഗിയിലൊക്കെ ഇവരുടെ സർവീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിലൂടെ നമുക്ക് ഓർഡർ ചെയ്യാവുന്നതേ ഉള്ളൂ. പൂർവികമായിട്ട് ഞങ്ങൾ കൊടുത്തിരപ്പള്ളി ഗ്രാമമാണ്. ഞങ്ങൾ ഈ ഹോട്ടൽ നടത്തുന്നത് 3ാമത്തെ തലമുറയാണ്. ഈ ഗ്രാമം ഒരു 700 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് തൃക്കനാപ്പിളി അമ്പിൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വന്നവരെന്നാണ് പറയുന്നത്. പാലക്കാട് 3ാമത്തെ തലമുറയാണ് ഇപ്പോൾ ഈ ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 3ാമത്തെ തലമുറയിൽ പെട്ടതാണോ? ഇത് ഞങ്ങൾ 3ാമത്തെ തലമുറയിൽ പെട്ടതാണ്. അച്ഛൻ്റെ അച്ഛൻ അങ്ങനെയായിട്ട് തുടങ്ങിയതാണ്. ആദ്യം എവിടെയായിരുന്നു? ആദ്യം ഞങ്ങൾ പറഞ്ഞ മാർക്കറ്റിൽ, അതായത് വലിയങ്ങാടിയിൽ ഒരു മിക്സുമാരി തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഹരിഹര പുത്ര. അതൊന്നും പിന്നീട് അതിൻ്റെ ഒരു വളർച്ചയാണ് ഇതുവരെ ഞങ്ങൾ കാണുന്നത്. ടിഫിൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഇരുന്ന് കഴിക്കാൻ. ബാക്കി ഊണ് ഇവിടെ ഊണുണ്ട്. ഊണ് സെക്ഷൻ വേറെയാണ്, തൊട്ട ഹാളിലാണ്. ശരി. പാർസൽ മാത്രമല്ല, ഊണ് നമുക്ക് ഇവിടുന്ന് കഴിക്കാം. അതെ, ഊണും ഇവിടുന്ന് കഴിക്കാം. ഇപ്പോൾ ഗവൺമെൻറ് അനുമതി തന്നുകൊണ്ട് നമുക്കത് ഇരുത്തി കൊടുക്കാമെന്നുള്ള ഹോട്ടലുകളിൽ കൊടുക്കാമെന്നുള്ളത് ഇപ്പോൾ ഇരുത്തി കൊടുക്കുന്നുണ്ട്. ഊണുമുണ്ട്, ടിഫിനുമുണ്ട്. ഇപ്പോഴും ആ പഴയ ഗ്രാമത്തിന്റെ കെട്ടുമ തന്നെയാണ്. അതെ, പഴയ ആൾക്കാർ തന്നെ, മറ്റേ ബ്രാഹ്മിൺസ് മാത്രം താമസിക്കുന്ന അഗ്രഹാരമാണ്. പിന്നെ എല്ലാ വേദങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഗ്രാമങ്ങളിൽ ഇപ്പോൾ ഓരോ വേദങ്ങളുണ്ടാവും. ഇവിടെ വന്ന് സാമവേദികൾ മാത്രമായിട്ടുള്ള ഒരു ഗ്രാമമാണ് കൊടുന്നിരപ്പള്ളി ഗ്രാമം. ഹരിഹര പുത്രയിലെ ഓണർമാരും സ്റ്റാഫുകളൊക്കെ വളരെ നല്ല പെരുമാറ്റമായിരുന്നു. വളരെ സന്തോഷമായിട്ടാണ് ഞങ്ങളും അവിടുന്ന് വന്നത്. പാലക്കാട്ടിലേക്ക് വരുന്നവരും പാലക്കാട്ടിൽ ഉള്ളവരും ഹരിഹര പുത്ര സന്ദർശിച്ചിട്ടില്ലെങ്കിൽ, അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കഴിച്ചു നോക്കൂ കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റായിട്ടുള്ള, അത്രയും വൃത്തിയുള്ള, അത്രയും ആംബിയൻസ് ഉള്ള ഒരു ഹോട്ടലാണ് ഹരിഹര പുത്ര. ഞങ്ങൾക്ക് കിട്ടിയ ആ സദ്യ ഞങ്ങൾ വീട്ടിൽ വന്ന് തുറക്കാം. നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ.